ഹായ് ഗൈസ്, ലാസ്റ്റ് മാച്ചിൽ അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ മത്സരത്തിൽ കൊച്ചി സ്റ്റേഡിയത്തിൽ ഞാനൊരു ബാനർ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ ക്ലബ് ഈസ് നോട്ട് എ ടോയ് ഫോർ ബില്യനേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാനർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ പ്രതിഷേധങ്ങളൊക്കെ അവസാനിച്ചു, പ്രത്യേകിച്ച് ഇപ്പോൾ ലാസ്റ്റ് മാച്ചിൽ ചാൻഡിങ് ഒക്കെ കണ്ട സാഹചര്യത്തിൽ. സോ പ്രതിഷേധങ്ങളൊന്നും കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു ബാനറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോസിൻ്റെയൊക്കെ അടിയിൽ കമൻറ്റുകൾ ഞാൻ ഒരുപാട് കണ്ടു. ഈ ബില്യനേഴ്സ് ഇല്ലെങ്കിൽ ഈ ക്ലബ്ബേ ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം. സോ ദാറ്റ് മീൻസ് അവർ തരുന്ന എന്ത് ഭിക്ഷയാണെങ്കിലും അത് സ്വീകരിക്കണം, എന്നിട്ട് ഒരു അടിമ മനോഭാവത്തിൽ കുമ്പിട്ട് നിൽക്കണമെന്നുള്ളതൊക്കെയാണ് അങ്ങനെ കമന്റ് ഇടുന്നവർ ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഒരു ബില്യനർ അല്ലെങ്കിൽ ഒരു കോടീശ്വരൻ ഒരു ഫുട്ബോൾ ക്ലബ്ബ് ഓൺ ചെയ്യുന്നത്? അതിൽ നിന്ന് ഒരു ബിസിനസ് ഉണ്ടാക്കാനാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാനാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് പരാമർശിക്കുന്നില്ല. വേണമെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ബില്യനേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്ന് ചോദിക്കുന്നവരൊന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരു ക്ലബ്ബ്, ചെൽസി എന്ന് പറയുന്നൊരു ക്ലബിന്റെ സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ റോമൻ അബ്രാമോവിച്ചും ഒരു ബില്യനറാണ്, ടോഡ് ബോവ്ലിയും ഒരു ബില്യനറാണ്. മാഞ്ചസ്റ്ററിലേക്ക് നോക്കുമ്പോൾ സിറ്റിയുടെ ഓണറായിട്ടുള്ള ഷെയ്ഖ് മൻസൂറും ഒരു ബില്യനറാണ്. ഇന്ന് യുണൈറ്റഡിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള ഗ്ലേസേഴ്സ് ഫാമിലിയും അതുപോലെ സർ ജിം റാഡ്ക്ലിഫും ബില്യനറാണ്. വളരെയധികം ആരാധക വൃന്ദമുള്ള, കഴിഞ്ഞ 26 വർഷത്തിൽ ഒരേ ഒരു ട്രോഫി മാത്രം സ്വന്തമാക്കിയിട്ടുള്ള ലണ്ടൻ ക്ലബ്ബായിട്ടുള്ള ടോട്ടൻഹാമിന്റെ ഉടമസ്ഥനായിട്ടുള്ള ഡാനിയൽ ലെവിയും ഒരു ബില്യനറാണ്. മോഹൻ ബഗാന്റെ സഞ്ജീവ് ഗോയങ്ക ബില്യനറാണ്. ബംഗളൂരു എഫ് സിയുടെ പാർജിന്ദാൽ ബില്യനറാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിമങ്കട പ്രസാദ് അല്ലെങ്കിൽ നിഖിൽ പ്രസാദും ബില്യനേഴ്സ് ആണ്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദി മെന്റാലിറ്റി അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് പറയാം. മറ്റ് ക്ലബ്ബുകൾ കപ്പ് വിൻ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി കാണിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ബംഗളൂരു എഫ് സിയുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാലും മോഹൻ ബഗാന്റെ നിലവിലത്തെ ഒരു ജേർണി നോക്കിക്കഴിഞ്ഞാലും ഒക്കെ അവർക്ക് കൂടുതൽ സംസാരിക്കുന്നത് ഷീൽഡിനെ പറ്റിയും അല്ലെങ്കിൽ ലീഗിൽ ടോപ്പ് ആകുന്നതിനെ പറ്റിയും AFC ഡ്രീംസിനെ പറ്റിയും ഒക്കെയാണ്. നമ്മൾ അതിനേക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് സസ്റ്റൈനബിലിറ്റിയെ പറ്റിയും അതുപോലെ 3 വട്ടം അടുപ്പിച്ച് നമ്മൾ പ്ലേ ഓഫിൽ എത്തിയതിനെ പറ്റിയും അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു ബ്രാൻഡ് നമ്മൾ തുടങ്ങാൻ പോകുന്നു, പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു, സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് കൂടാൻ പോകുന്നു, നമ്മളൊരു പ്ലെയറെ വളർത്തിയെടുത്തിട്ട് മറ്റൊരു ക്ലബിന് വിൽക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ലാസ്റ്റ് വീക്ക് സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സിന്റെ ഒരു ഫോറം ഉണ്ടായിരുന്നു. അതിനകത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ CEO അണ്ണനൊക്കെ പറയാൻ ശ്രമിച്ചത്. സസ്റ്റൈനബിലിറ്റിക്ക് തന്നെയാണ് പ്രാമുഖ്യം, അല്ലാതെ ഒരു ചാമ്പ്യൻ മെന്റാലിറ്റി എന്നുള്ള ഒരു ലെവലിൽ അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആ ഒരു ഫോറത്തിൽ പോയവരിൽ നിന്നൊക്കെ അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളൊരു കാര്യം എന്നുള്ളതാണ്. വുമൻസ് ടീമിനെയൊക്കെ പറ്റി ചോദിച്ചപ്പോൾ മുമ്പ് പറയായിരുന്നു ഇന്ന സീസണിനുള്ളിൽ 2 വർഷം എന്നൊക്കെ ഉള്ളത്. ഇപ്പം സൂൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പം വേണേലും ആകാമല്ലോ. ഇപ്പം ബുധനാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബുധനാഴ്ച വേണേലും ആകാമല്ലോ എന്നൊക്കെ പറയുന്നത് പോലെ സൂണാണ്. ഉടനെ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉടനേക്ക് ഇപ്പം ചോദിച്ചാലും 1 കൊല്ലം കഴിഞ്ഞ് ചോദിച്ചാലും 5 കൊല്ലം കഴിഞ്ഞ് ചോദിച്ചാലും ഉടനെ. ഇപ്പം കപ്പടിക്കുന്ന കാര്യത്തിലും അങ്ങനെ തന്നെ പറയണമെന്നുള്ളതാണ് പറയേണ്ടത്. സൂൺ, നമ്മൾ ഉടനെ കപ്പടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലയളവൊന്നും പറഞ്ഞിട്ടില്ല, ഉടനെയാണല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സീസണിലെങ്കിലും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. സോ ഇത്രയും വലിയ ആരാധകരെ അടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ വന്നത്. പക്ഷേ ഇവർ എന്ത് ചെയ്താലും മാറാൻ ശ്രമിക്കില്ല എന്നുള്ളതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അടുത്ത സീസണിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമോ എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കട്ടെ എന്നുള്ളത് ആഗ്രഹിക്കുക എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നത്. പിന്നെ പലരും ചോദിക്കും, അത് ഒരു പ്രൈവറ്റ് ക്ലബ്ബാണ്, അവരുടെ ഓണേഴ്സാണ്, അവരിഷ്ടമുള്ളത് അവർ ചെയ്യും, എല്ലാവരും ക്യാഷിന് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ നടത്തുന്നത് എന്നുള്ളത്. അപ്പം നിങ്ങൾ ജോലി ചെയ്യുന്നതാണെങ്കിൽ, ഇപ്പം ഞാനിവിടെ വീഡിയോ ചെയ്യുന്നതാണെങ്കിലും ഒക്കെ ക്യാഷിന് വേണ്ടിയിട്ടുള്ളത് എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തെ ഇങ്ങനെ കുത്തി നിറച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് വേറെ വല്ലതും ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. അങ്ങനെയൊന്നും എന്താണെങ്കിലും കേരളത്തിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോസിലൂടെയും അല്ലെങ്കിൽ ഇപ്പം ആരാധക വൃന്ദങ്ങളും ഒക്കെ നോർമലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഒരു ബെറ്റർ ക്ലബ്ബായിട്ട് മാറുക, ഒരു ചാമ്പ്യൻ ക്ലബ്ബായിട്ട് മാറുക എന്നുള്ള ലെവലിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പം ഒരു പ്രതിഷേധം നടത്തി 1-2 കളി ജയിച്ച് കൊണ്ടൊന്നും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. ഈ പറഞ്ഞൊരു ചാമ്പ്യൻ മെൻറ്റാലിറ്റി എന്ന് ഉണ്ടാകുന്നോ ആ ഒരു സമയം വരെ അതുണ്ടാകും. പിന്നെ അത് ഉണ്ടായിട്ട് പിന്നീട് നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ്. അത് നോർമലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ. പിന്നെ ചില ക്ലബ്ബുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടും പരാജയപ്പെടുന്നില്ല എന്നുള്ള പല കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതിനെ പറ്റിയിട്ടും എനിക്കൊരു കാര്യം സംസാരിക്കാറുണ്ട്. ഞാനിപ്പോൾ ഒരു 1-2 മാസം മുമ്പേ ഒരു വീഡിയോ ചെയ്യാം, ഏറ്റവും വലിയ സ്കാം എന്താണ് സംഭവിക്കുന്നത് ഈ ക്ലബ്ബുകളിൽ എന്നൊക്കെ ഉള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഈ ഒരു ക്ലബ്ബിലും എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഉള്ളത്. അത് ഒന്ന് വെയിറ്റ് ചെയ്തായിരുന്നു സത്യം പറഞ്ഞാൽ. ജനുവരിയുടെ ട്രാൻസ്ഫർ വിൻഡോയും കൂടെ ഒക്കെ കഴിയട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് കമ്പോസ് ചെയ്യാൻ ഒരു കണക്ഷൻ സൈനിങ് ഓഫ്.